ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UK മെയിൻ്റനൻസ് റിലേറ്റഡ് ജോബ്സ് അല്ലെങ്കിൽ NHS മെയിൻ്റനൻസ് റിലേറ്റഡ് ജോബ്സിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് മെസ്സേജസ് വരാറുണ്ട്, ഇങ്ങനെ ജോബ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചിട്ട് ഒരു എൻട്രി കിട്ടാതെ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവർക്ക് പറ്റിയ കുറച്ച് വേക്കൻസീസ് കുറച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാതെ കയറാൻ പറ്റി, എന്നിട്ട് അവിടുന്ന് പ്രോഗ്രഷന് പറ്റിയ ഒരു കുറച്ച് വേക്കൻസീസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയിൽ പറഞ്ഞു പോകാം. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് ബാൻഡ് 4 മെയിൻ്റനൻസ് ക്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ എന്നൊരു പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് അതുപോലെ റിയാക്റ്റീവ് മെയിൻ്റനൻസും കൂടെ വരുന്നതാണ്. ഇപ്പോൾ മെയിൻലി വരുന്നത് പ്ലംബിങ്, അതുപോലെ തന്നെ തിയേറ്റർ മെയിൻ്റനൻസ്, HVAC, ഹോട്ട് വാട്ടർ സപ്ലൈസ്, അതുപോലെ ലോ ടെമ്പറേച്ചർ ഹോട്ട് വാട്ടർ, ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ, അങ്ങനെ ഒരു ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് മേഖലയിലാണ് നമ്മുടെ ഫീൽഡ് വരുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ ഒത്തിരി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ ഒരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്ത ഒരാളാണ്. എനിക്ക് മെയിൻ്റനൻസിൽ നോർമൽ അല്ലാതെ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതൽ. അതിൽ നിന്ന് ഫെസിലിറ്റീസിലേക്ക് ഞാൻ മാറുക ചെയ്തത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ ഓക്കെ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ബാൻഡ് 4 മെക്കാനിക്കൽ ക്രാഫ്റ്റ്സ്മാൻ പോസ്റ്റ്. ഇപ്പം UK ജോബ് നോക്കുന്നവർ പല കാറ്റഗറി ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസോട് കൂടി ഈ ഒരു ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസോട് കൂടി 3-4 വർഷം എക്സ്പീരിയൻസ് വിത്ത് നല്ല ക്വാളിഫിക്കേഷനോട് കൂടി വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ മെയിൻ്റനൻസിൽ ഇത് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവർക്ക് പ്രിഫർ ചെയ്യുന്നത് ഇതായിരിക്കില്ല, NHS ആയിരിക്കില്ല. എപ്പോഴും നല്ലത് പ്രൈവറ്റ് ഫേംസ് നോക്കുന്നതായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒന്ന് സാലറി. ഫസ്റ്റ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് സാലറിക്ക് വേണ്ടിയിട്ടാണ്. സാലറി ഒത്തിരി വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ NHS വർക്ക് ചെയ്യുമ്പോൾ ഈ ബാൻഡ് 4 ബാൻഡ് 5 ഈ പോസ്റ്റുകൾക്കൊക്കെ ഏറെക്കുറെ 29-30 മാക്സിമം വരുള്ളൂ, ഇപ്പം വിത്ത് RRP വന്നാൽ കൂടി. എന്നാൽ പ്രൈവറ്റ് ഫേംസിൽ സ്റ്റാർട്ടിങ് 40 എബോവ് അങ്ങനെയൊക്കെയാണ് സാലറി കാണുന്നത്. കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങനെ കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ വിസയുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്രൈവറ്റ് ഫേംസിൽ ഒത്തിരി വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിസയുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ നല്ല ഫേംസ് ഒത്തിരി ഉണ്ട്, വിസ കൊടുക്കുന്ന ഒത്തിരി ഫേംസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതായിരിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഇത് NHS സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സാലറിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, ഏതാണ്ടൊരു 50% കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഫുൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ ഒരു പരിധിവരെ ഓക്കെ ആയിട്ടുള്ളവരെ എടുക്കാറുണ്ട് അവർ. അങ്ങനെയൊക്കെയാണ് എനിക്കും കിട്ടിയത്. അപ്പം NHS നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1-2 വർഷം ഒരു വർഷമൊക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ച് ബേസിക് നോളജും കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ബാൻഡ് 4 ബാൻഡ് 5 പോസ്റ്റുകൾ കിട്ടാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് കയറി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. കയറി കിട്ടിക്കഴിഞ്ഞ് ഒരു 6 മാസത്തിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ജോബ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 6 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പതുക്കെ നോക്കി തുടങ്ങിയായിരുന്നു വേറെ ജോബ്. വിസയുടെ പ്രശ്നങ്ങൾ ഇവർ ഒരു കൺഫർമേഷൻ പറയാത്തതുകൊണ്ട് വേറെ നോക്കിയതാണ്. പക്ഷേ എനിക്ക് ബാൻഡ് 5 രണ്ടിടത്ത് ബാൻഡ് 5 ഓഫർ വന്നു. എല്ലാം ഓക്കെ ആയി, ഇൻ്റർവ്യൂ ഒക്കെ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റി. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വിസയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വിസ ഇവരെ ഓഫർ ചെയ്തുകൊണ്ടും എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ഞാനിവിടെ തന്നെ നിന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈസി ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ആവാൻ അല്ലെങ്കിൽ ഹയർ പോസ്റ്റിലേക്ക് പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് NHS. ഇപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വളരെ കുറച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയാനേ ഇല്ല, കുറച്ച് ക്വാളിഫിക്കേഷൻ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് NHS. ഇപ്പം പല സ്ഥലത്തും ബാൻഡ് 3 മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ട്രസ്റ്റുകളാണ് മുന്നേയൊക്കെ ഇത് കണ്ടുവരാറുള്ളത്. ഒന്ന് നോട്ടിങ്ങാം പോലുള്ള കുറച്ച് ട്രസ്റ്റുകളിൽ വളരെ കുറച്ച് വേക്കൻസീസ് വല്ലപ്പോഴും ഒക്കെ ഒരെണ്ണയൊക്കെ വന്ന് കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് കുറേ പോസ്റ്റുകൾ ഒത്തിരി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ പോസ്റ്റ് വന്നത് ക്ലോസിംഗ് ഡേറ്റ് ആയി. ബാക്കി 1-2 കുറേ പോസ്റ്റുകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഷെഫീൽഡിൽ, ലൂട്ടനിൽ, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഒരു 5-6 പോസ്റ്റുകൾ ഞാൻ കണ്ടായിരുന്നു, ബാൻഡ് 3 പോസ്റ്റുകൾ മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ്. അപ്പോൾ വെരി സൂൺ, ഇപ്പോൾ 1 വീക്കിലോ 2 വീക്കിലോ അത് ക്ലോസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റുകളാണ്. ഇതേപോലെ ഇപ്പം
ടൈമുണ്ട്. ഇത് വേറെ പ്രശ്നമുണ്ട്. ഇത് ടൈം കൺസ്ട്രെയിൻ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഈ ബാൻഡ് 3 മെയിൻ്റനൻസ് അസിസ്റ്റൻറ്റ് കയറി കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ എടുത്തേ നമുക്ക് അടുത്തൊരു ബാൻഡ് 4 അല്ലെങ്കിൽ വിസ കിട്ടാൻ പാകത്തിനുള്ളൊരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാൻഡ് 5 കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കൺസ്ട്രെയിൻ ഇല്ലാത്തവർക്ക്, പ്രശ്നമില്ലാത്തവർക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വലിയ മാറ്റേഴ്സ് അല്ലാതെ നമുക്ക്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എല്ലാത്തിലും എക്സ്പീരിയൻസ് ഒന്നുമല്ല, എല്ലാത്തിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് ചോദിക്കുന്നത്. ലൈക്ക് മെക്കാനിക്കൽ മെയിൻ്റനൻസിൽ അണ്ടർസ്റ്റാൻഡിങ്, ഇലക്ട്രിക്കലിൽ, ബേസിക് പ്ലംബിങ്ങിൽ, അത് ബേസിക് ജോയിനറി. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ, അത്യാവശ്യം വർക്ക്ഷോപ്പൊക്കെ ചെയ്തിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. സിമ്പിൾ കാര്യങ്ങളാണ്. ഒന്ന് പൊടി തട്ടിയെടുത്താൽ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഞാൻ ചുമ്മാ ട്രാക്കിലെടുത്ത് നോക്കുമ്പോൾ കാണുന്ന കുറച്ച് വേക്കൻസീസ് ഞാൻ പറയാവേ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. കയറുന്നവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ബാൻഡ് 3 വേക്കൻസീസ് സെർച്ച് ചെയ്താൽ, മെയിൻ്റനൻസിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നോക്കി കഴിഞ്ഞാൽ ഹഡേഴ്സ്ഫീൽഡിൽ ഒരു വേക്കൻസി കിടക്കുന്നുണ്ട്, ബോണമോത്ത് കിടക്കുന്നുണ്ട്, ഷെഫീൽഡ് കിടക്കുന്നുണ്ട്, പിന്നെ ലൂട്ടണിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് വേക്കൻസീസ് കിടക്കുന്നുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യാനുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വേക്കൻസി കടന്നിട്ട് 2 ആഴ്ചയാണ് ഉണ്ടായിരുന്നു ഡേറ്റ്. പക്ഷേ അതിൽ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആയി കളഞ്ഞു. കാരണം ആപ്ലിക്കൻസ് ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഇത് ഒത്തിരി എക്സ്പീരിയൻസോ ഒത്തിരി ഇതോ വേണ്ടാത്തതുകൊണ്ട് ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ളവരാണെങ്കിൽ കയറി അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് നിമിഷത്തേക്ക് വച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം അത് എൻ്റെ ഡേറ്റ് പറഞ്ഞാലും ഇനഫ് ആപ്ലിക്കൻസ് ആയി കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുക, അത് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. ഈ ഒരു ഇപ്പോൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് തന്നെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ട് നോക്കുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റീസെൻ്റായിട്ട് കുറച്ച് പേരോട് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഷോർട്ട് ലിസ്റ്റ് ആവാൻ ഇപ്പോൾ ഇതേപോലെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നൊരു ഇത് ഒത്തിരി പേരിൽ ഞാൻ കണ്ടു. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയാൻ നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ബേസ് ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവാൻ പറ്റുന്ന ഒരു ജോബാണ്. NHSൽ ഈ പറഞ്ഞ പോലെ, ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ സാലറി കുറവുള്ളതുകൊണ്ട് അത്യാവശ്യം കോമ്പറ്റീഷൻ കുറവുണ്ട് മെയിൻ്റനൻസ് ഫീൽഡിൽ. ഇതിപ്പോൾ ഒരു ചെറിയ ഇൻഫർമേഷനാണ്, പലർക്കും ഇത് അറിയാമായിരിക്കും. എന്നാലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.